കാലിഫോർണിയയെ വിഴുങ്ങിയ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാൻ ജയിൽ തടവുകാരും. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ തെക്കൻ കാലിഫോർണിയയെ വിഴുങ്ങുന്ന കാട്ടുതീ ഇപ്പോഴും കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. മഹാദുരന്തമായി പ്രഖ്യാപിച്ച കാട്ടുതീ കെടുത്താൻ നിരവധി തടവുകാരെയും ഉൾപ്പെടുത്തി സേന സജ്ജീകരിച്ചിരിക്കുകയാണ് നിലവിൽ സംസ്ഥാനം. കാലിഫോർണിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറക്ഷൻസ് ആൻഡ് റീഹാബിലിറ്റേഷന്റെ നേതൃത്വത്തിലുള്ള കാട്ടുതീക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ തടവുകാരെയും ഈ സേനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാലിഫോർണിയയിൽ 288 കോടി രൂപ വിലമതിക്കുന്ന ബംഗ്ലാവ് കത്തി നശിക്കുന്ന ദൃശ്യം നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതുകൂടാതെ നിരവധി വില കൂടിയ വീടുകളും കത്തി നശിച്ചിട്ടുണ്ട്. അതേസമയം 10,000-ലധികം കെട്ടിടങ്ങളും 37,000 ഏക്കർ സ്ഥലവും മുഴുവൻ കത്തി നശിച്ചു. ഈ കാട്ടുതീയിൽ 11 പേർ മരിച്ചതായും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ 939 ഫയർ ക്യാമ്പ് അഗ്നിശമന സേനാംഗങ്ങൾ, 110 സപ്പോർട്ട് സ്റ്റാഫുകൾ ഉൾപ്പെടെയാണ് ഈ പോരാട്ടത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് കാലിഫോർണിയയിലെ കറക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വകുപ്പ് വെള്ളിയാഴ്ച NPR-ന് നൽകിയ പ്രസ്താവനയിൽ പറയുന്നു. തടവുകാരെ സേനാംഗങ്ങളായി ഉപയോഗിക്കുന്ന രീതി കാലിഫോർണിയയിൽ പുതിയതല്ല. നൂറ്റാണ്ടുകളായി രാജ്യത്തുടനീളമുള്ള അടിയന്തര സാഹചര്യങ്ങളിലും ദുരന്തങ്ങളിലും പ്രവർത്തിക്കുന്നതിനായി ഇത്തരത്തിൽ ജയിൽ തൊഴിലാളികളെ കാലിഫോർണിയ ഉപയോഗിച്ചു വരുന്നുണ്ട്. അതേസമയം 1915 മുതൽ തടവിലാക്കപ്പെട്ട അഗ്നിശമന സേനാംഗങ്ങളെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് കാലിഫോർണിയ തിരഞ്ഞെടുക്കുന്നത്. ഇതിന്റെ ഭാഗമായി അവർക്ക് പ്രതിദിനം $5നും $10നും ഇടയിൽ ശമ്പളം നൽകുമെന്നും കാലിഫോർണിയ അധികൃതർ പറയുന്നു. അടിയന്തര സാഹചര്യങ്ങളിലും മറ്റ് സാഹചര്യങ്ങളിലും അധിക വേതനം നൽകുകയും ചെയ്യും. അതേസമയം ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ വോളണ്ടിയറായി പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ജയിൽ ശിക്ഷ കുറയ്ക്കാൻ സഹായിക്കുന്ന ടൈം ക്രെഡിറ്റുകൾ നേടാൻ കഴിയുമെന്നാണ് CDRC അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട തടവുകാർക്ക് പങ്കെടുക്കാൻ അർഹതയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു.